സ്റ്റോറിൽ ചെന്നപ്പം ബൾബുള്ള പ്ലാന്റ്, അതായത് കിഴങ്ങുള്ള പ്ലാന്റുകളുടെ സെക്ഷനിൽ ചെന്നപ്പം കുറച്ച് ഹയസിന്ത് പ്ലാന്റ്, ഡാഫഡിൽ, ഇത് രണ്ടും കണ്ടു. അതിലാദ്യം തന്നെ എനിക്ക് ഡാഫഡിൽ ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഡാഫഡിൽ എന്ന് പറയുന്ന പോയം ഇഷ്ടപ്പെട്ടിരുന്നു. ആ പോയത്തിൻ്റെ ഓർമ്മ വന്നു. അന്നേരം ഇതിന് മുമ്പ് ഇതിൻ്റെ ഇച്ചിരി വലിയ ചെടി ഞാൻ കണ്ടിട്ടുണ്ട് പൂത്ത് നിൽക്കുന്നത്. പക്ഷേ എന്നാലൊരു ചെറിയ തൈ പ്ലാന്റ് ഇതുപോലെ ഇങ്ങനെ ചെറിയ പോട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അന്നേരം ഈ പ്ലാന്റ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തു. ഇതിന് മുട്ടുണ്ട്, ഇതുവരെ ബ്ലൂം ചെയ്തിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ബ്ലൂം ചെയ്തിട്ട് വേറൊരു ചട്ടിയിലോട്ട് മാറ്റി നടാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് ഓക്കെ ആക്കിയിട്ട് റീപോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാണാൻ നല്ല ഭംഗിയാണ്. പോയ ഇഷ്ടമുള്ളത് കൊണ്ട് ഒന്നുകൂടെ കൂടുതൽ ഇഷ്ടമായി പ്ലാന്റിനെ. മഞ്ഞ പൂക്കളാണ് ഉണ്ടാകുന്നത്. മഞ്ഞ നിറത്തിലുള്ള ഡാഫഡിലാണ്. ഇതിൻ്റെ പോട്ടിൻ്റെ ഒരു കവറെന്ന് പറയുന്ന ഒരു ബ്രൗൺ പേപ്പറിൽ ഒരു കവർ ചെയ്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് പോട്ടിൽ. അതിൻ്റെ അടുത്ത് അതിൻ്റെ ഒരു പേരും അതെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, എന്തുമാത്രം സൺലൈറ്റ് വേണം എന്നുള്ള എഴുതിയ ഒരു ഷീറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചാണ് എനിക്ക് കുറച്ച് മനസ്സിലായത് ഇത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ചെറുതായിട്ട് വാട്ടർ ചെയ്ത് കൊടുക്കണം, നല്ല സണ്ണും വേണം ഈ പ്ലാന്റ് വളരാൻ വേണ്ടിയിട്ട്. ഈ പ്ലാന്റ് ഇനിയും റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൂം ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കണം. എനിക്ക് പേഴ്സണലി യെല്ലോ കളർ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഡാഫഡിൽ അങ്ങനെ അധികം നഴ്സറികളിൽ കണ്ടിട്ടില്ലാത്ത ഒരു ചെടിയായതുകൊണ്ട് അന്നേരം വാങ്ങിച്ചു. പിന്നെ ഇതിൻ്റെ കെയർ ഒന്നും കൂടുതൽ അറിയത്തില്ല, എക്സ്പീരിയൻസിലൂടെ പഠിക്കണം. കുറച്ച് ഞാൻ റിസർച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതിൽ ഫുൾ സൺലൈറ്റ് വേണമെന്നാണ് ആ കാർഡിൽ എഴുതിയിരിക്കുന്നത്. അത് വെച്ച് സണ്ണിനെ ഫേസ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്.